അഡ്വക്കേറ്റ് പ്രശാന്ത്, ഇവിടെ ഇതൊരു ഇടക്കാല ഉത്തരവാണ്, ഒരു പൂർണ്ണമായ തീരുമാനമായിട്ടില്ല. ഒരു ഇടക്കാല ഉത്തരവിൽ സ്റ്റേകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു സൂചന എന്താണ്? ഒന്നാമത് സുപ്രീം കോടതി തുടങ്ങിയത് തന്നെ സാധാരണ സുപ്രീം കോടതി എന്നും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിള്, ഏതെങ്കിലും ഒരു നിയമം അത് പാസ്സാക്കുന്നത് ആ സഭയ്ക്ക് അധികാരമുള്ള വിഷയത്തിലാണെങ്കിൽ, പാർലമെന്റിന് അധികാരമുള്ള വിഷയത്തിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് വരുന്ന ഹർജികളില്ല, ഒന്നുകിൽ അത് സാധുത ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അതിനിടയിൽ നിയമം സ്റ്റേ ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ടേ നിയമം സ്റ്റേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ നിയമം സ്റ്റേ ചെയ്യുകയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് തന്നെ ഒരു ശുഭലക്ഷണമാണ്, ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ഹർജിക്കാരുടെ പ്രധാന പരാതികൾ നിയമം അപ്പാടെ സ്റ്റേ ചെയ്തിരിക്കുകയാണോ, അതല്ല ചില വകുപ്പുകൾ മാത്രമാണോ? അല്ല, ചില വകുപ്പുകൾ മാത്രമാണ്. അതില് ഇതുവരെയുള്ള പ്രാക്ടീസ്, അതായത് സുപ്രീം കോടതിയിൽ ഏത് കേസ് വന്നാലും ഒരു നിയമം സ്റ്റേ ചെയ്യാറില്ല. നിയമം സാധാരണഗതിയിൽ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് വാദം കേൾക്കുമ്പോൾ പാർലമെന്റ് കോമ്പിറ്റന്റ് ആണെങ്കിൽ ആ നിയമത്തിന് സാധുതയുണ്ടെന്നാണ് പ്രിസംഷൻ. നിയമത്തിലുള്ള പ്രിസംഷൻ ഈ സഭയ്ക്ക് അത് പാസ്സാക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ആ നിയമം വാലിഡ് ആണ്, അൺലെസ് കോടതി അത് അസാധുവാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ. അതിന് വിരുദ്ധമായിട്ട് ഇത് സ്റ്റേ കൊടുക്കണോ, അത് വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ കേസിൽ ഞങ്ങൾ ഇന്ന ഇടക്കാല കാര്യങ്ങൾ സ്റ്റേ ചെയ്യുകയാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഈ ഹർജിക്കാരുടെ ഒരു പ്രധാന ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നോൺ മുസ്ലിംസിനെ ഇതിൽ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്, അത് ഇത്ര പേരിൽ കൂടാൻ പാടില്ല, 3 പേരിൽ കൂടാൻ പാടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഈ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നിയമത്തില് 11 പേര് വരെ ആകാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതായത് എക്സ് ഒഫിഷ്യോ എന്ന് പറയുന്നത് മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ 11 പേര് വരെ വരാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നിടത്ത് സുപ്രീം കോടതി ഇപ്പൊ ഈ വിധി പറഞ്ഞതോടുകൂടി 3 പേരിൽ കൂടുതൽ പാടില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. അടുത്തത്, 5 വർഷമായിട്ട് മുസ്ലിം ആയിരുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥയും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിൽ പറയുന്നത്, ആരാണിത് തീരുമാനിക്കേണ്ടത്? ഒരാൾ മുസ്ലിം ആയിട്ട് 5 വർഷം ആയോ എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു മെക്കാനിസം ഇല്ല ഇവിടെ.